സലാമുൻ അല ഇബാദില്ലദീന ഇസ്തഫ. വിശുദ്ധ ഖുർആൻ്റെ തത്വബോധപരമായ വായനയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ തിരൂരിൽ നിന്ന് അബ്ദുൽ സലാം. തത്വബോധപരമായ വായനയുടെ പ്രസക്തി, അതിൽ നമ്മൾ സൂറത്തുൽ ബഖറ 2-ാം അധ്യായത്തിൽ 54-ാമത്തെ വചനത്തിലൂടെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ ബഖറ അതിൽ 54-ാമത്തെ സൂക്തം, ഇതിലൂടെ നമുക്ക് എന്താണ് ഈ തത്വബോധപരമായ വായന, എങ്ങനെയാണ് വാക്കർത്ഥങ്ങളെ ലക്ഷ്യാർത്ഥങ്ങളാക്കി നമ്മൾ നിവർത്തിക്കേണ്ടത്, അങ്ങനെ നിവർത്തിക്കുമ്പോൾ നമുക്ക് അതിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് വന്നു ചേരുന്നത്, നമ്മുടെ സ്വത്വബോധത്തെ ഉയർത്താനും ഉണർത്താനുമുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്വത്വബോധത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാനുള്ള അവസരം ഇതിലൂടെ കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രബോധം വേണമെന്ന് എല്ലാവരും പറയാറുണ്ട്. ശാസ്ത്രബോധം തീർച്ചയായും അനിവാര്യമാണ്. ഏതൊരു മതവിശ്വാസിയായാലും മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളാണെങ്കിലും ശാസ്ത്രബോധം എല്ലാവർക്കും അനിവാര്യം തന്നെയാണ്. അതുപോലെ തന്നെ അനിവാര്യമായ മറ്റൊരു പഠന രീതിയുണ്ട്. അതിനെയാണ് നമ്മൾ ബോധശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രബോധം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൗതികപരമായ കാര്യങ്ങളെ കുറിച്ച് അറിയുന്നു, മനസ്സിലാക്കുന്നു, അതിൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുന്നു. ഇതൊക്കെ തന്നെയും നമ്മുടെ ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണ്. നമ്മളിടുന്ന വസ്ത്രങ്ങളും നമ്മളെ വീട് സൗകര്യങ്ങൾ, ഇങ്ങനെ എന്തെടുത്ത് നോക്കിയാലും, നമ്മുടെ വാർത്താവിനിമയ സാങ്കേതിക വിദ്യകളൊക്കെ എടുത്ത് നോക്കിയാലും ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് കിട്ടിയതാണ്. അല്ലാണ്ട് ഈ മതത്തെ പൂജിച്ചു കൊണ്ടിരിക്കുന്ന ആരും നമുക്കിതൊന്നും കൊണ്ടു തന്നിട്ടില്ല. മതത്തിൻ്റെ പാട്ടിൽ അവിടെ നിൽക്കട്ടെ. എനിക്ക് ഈ സമൂഹത്തിൽ, ഈ ലോകത്തിന് എന്ത് സംഭാവന ചെയ്യാനുണ്ടെന്ന് ചിന്തിച്ച ആളുകൾ ആത്മാർത്ഥമായി അവരുടെ ആ കണ്ടെത്തലുകൾ ലോകത്തിന് അവതരിപ്പിച്ചപ്പോൾ അതൊരു ഭൗതിക വസ്തുക്കളായി നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ മേഖലയോട് നമ്മളെന്നും കടപ്പെട്ടവർ തന്നെയാണ്. ആ മേഖലയോട് നമ്മൾ ഒരിക്കലും നന്ദികേട് കാണിക്കരുത്. ഇതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് ബോധശാസ്ത്രം എന്ന് പറഞ്ഞാൽ. ബോധം എന്ന വാക്കിലൂടെ തന്നെ നമുക്കറിയാം നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടാണ് അത് നിലനിൽക്കുന്നത് എന്ന്. അപ്പോൾ ബോധശാസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്ന, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം എന്താണ്, എൻ്റെ കൂടെ ഒരു പറ്റം ജനങ്ങൾ വസിക്കുന്നുണ്ട്, അത് സാമുദായികമായി വിശ്വസിക്കുന്നവരുണ്ട്, ഗോത്രതലത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട്. ഓരോ മതവിഭാഗത്തിനും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം മതത്തിലോ ആചാരങ്ങളിലൊക്കെ നിലനിന്നുകൊണ്ട് തന്നെ അവരുമായി എങ്ങനെയാണ് നമുക്ക് കലഹമില്ലാതെ കഴിഞ്ഞുകൂടാൻ സാധിക്കുക, അഥവാ നമ്മുടെ വ്യക്തിത്വ വികാസത്തിനാവശ്യമായ കാര്യങ്ങൾ താൻ ജനിച്ച മതമേതോ ആ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ നേടിയെടുക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കലും, അതിലൂടെ നമ്മുടെ സ്വന്തത്തെ തിരിച്ചറിഞ്ഞ് അതിലൂടെ നമ്മൾ പറയുന്ന ആത്മബോധത്തിലേക്ക് ഉയരുക, അല്ലെങ്കിൽ നഫ്സ് മുത്മഇന്നയിലേക്ക് ഉയരുക, അല്ലെങ്കിൽ നമ്മുടെ സത്വഗുണത്തെ നമ്മൾ തന്നെ കണ്ടെത്തുക. ആ രൂപത്തിലേക്കുള്ളൊരു പഠനത്തെയാണ് ബോധശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ശാസ്ത്രബോധം തീർച്ചയായും ഭൗതികമാണെങ്കിൽ ബോധശാസ്ത്രം തീർച്ചയായും ആന്തരികമാണ്, വൈയക്തികമാണ്. വൈയക്തികമായ ഈ ബോധം നഷ്ടപ്പെടുമ്പോഴാണ് സമൂഹത്തിൽ കൂട്ടമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇന്ന് ഇന്ത്യ നേരിട്ട് കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഏറ്റവും ഇന്നിപ്പോൾ വർത്തമാന നിമിഷത്തിൽ ഉയർന്നു നിൽക്കുന്നത് മണിപ്പൂരിലും മറ്റും നടന്നുകൊണ്ടിരിക്കുന്ന വർഗീയ സംഘർഷങ്ങളും ഉന്മൂലനങ്ങളുമാണ്. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ആലുവയിൽ ഒരു 5 വയസ്സായ പിഞ്ചോമനയെ ഒരു കാമകൊറിയൻ കൊണ്ടുപോയി ക്രൂരമായി കൊന്നു. ഇതൊന്നൊന്നിലും നടക്കുന്ന എത്രയോ സംഭവങ്ങളെ, എത്രയോ കാലങ്ങളെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം മതവുമായി എന്താണ് ബന്ധമുള്ളത് എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യ മനസ്സ് ഇത്രയും ക്രൂരമായ ഒന്നിലേക്ക് പോകുന്നത്? മതത്തിൻ്റെ വക്താക്കളെന്ന് പറയുന്നവരാണ് പല സമയങ്ങളിലും ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാറുള്ളത്.
ഇപ്പോൾ ഈ പറയുന്ന മണിപ്പൂർ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇതിനു മുന്നേ സംഭവിച്ചതുമായ കാര്യങ്ങളൊക്കെ തന്നെയും മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പരസ്പരം തന്നെയാണ്. മതത്തിൽ വിശ്വസിക്കാത്ത നിരീശ്വരവാദികളും അതുപോലെ യുക്തിവാദികളും എന്നൊക്കെ പറയുന്ന ആ സമൂഹം, അല്ലെങ്കിൽ ഓരോ സമുദായത്തിൽ നിന്നും അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ, അവരാരും തന്നെ ഇത്തരമുള്ള ഒരു രക്തച്ചൊരിച്ചിലിന് വഴിയൊരുക്കിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പല സമയത്തും യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെ തന്നെ ഈ മത കാട്ടാളന്മാരുടെ അല്ലെങ്കിൽ മതഭ്രാന്തന്മാരുടെ കത്തിക്ക് ഇരയാവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചേകന്നൂർ മൗലവിക്കും സംഭവിച്ചത്. സർവ്വമതങ്ങളും സത്യമാണ്, അതിലൂടെ നമ്മൾ എല്ലാ മതങ്ങളുടെയും ദർശനങ്ങളെയാണ് വീക്ഷിക്കേണ്ടത്. മതത്തിൻ്റെ അനുയായികൾ കാട്ടിക്കൂട്ടുന്നതൊന്നും മതത്തെ നിന്ദിക്കാൻ വേണ്ടി ആവരുത്. തൻ്റെ മതം മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്കും സഹോദര വിഭാഗത്തിൽപ്പെട്ട മതത്തിൻ്റെ അനുയായിയെ സ്നേഹിക്കാനോ കെട്ടിപ്പിടിക്കാനോ പുണരാനോ കഴിയില്ല എന്ന ഒരു തത്വമാണ് ചേകന്നൂർ മൗലവി നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ 2-ാം അധ്യായത്തിലെ 54-ാമത്തെ ഒരു സൂക്തം, അതിന് നമുക്ക് ആദ്യമൊന്ന് ബാഹ്യരൂപത്തിൽ പരിചയപ്പെടാം. എന്നിട്ട് അതിൻ്റെ താത്വികമായ വിഷയങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യാം. ഇത് 1400 വർഷം മുന്നേ ഒരു ഗോത്രയുഗത്തിലേക്ക് ഒരു ഗോത്ര നേതാവിന് ഒരു ഗോത്രയുഗത്തിൻ്റെ ദൈവം തമ്പുരാൻ ഇറക്കിക്കൊടുത്ത് അന്നത്തോടുകൂടി അവസാനിപ്പിക്കാനും അവിടെ നിർത്താനുമുള്ളതായിരുന്നു ഇത്. അതല്ല, ഇന്ന് നമ്മൾ മേൽപ്പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് ചേർത്ത് വായിക്കാൻ പറ്റുമോ എന്നതാണ് നമ്മുടെ പഠനം. വിശുദ്ധ ഖുർആൻ്റെ കോപ്പി അതേപോലെ കത്തിക്കാൻ വേണ്ടി മെനക്കെട്ട് നടക്കുന്ന ജനങ്ങളെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി കാണാൻ കഴിയുന്നുണ്ട്. തൻ്റെ വേദഗ്രന്ഥമല്ല കത്തിക്കുന്നത് എന്ന് കണ്ടിട്ടും, ആ വേദഗ്രന്ഥവുമായി തനിക്കൊരു ബന്ധമില്ല എന്ന് കണ്ടിട്ടും, ഒരു സഹോദരി ഈ വേദഗ്രന്ഥം കത്തിക്കാൻ വെച്ചവിടുത്തുന്ന ആ വേദഗ്രന്ഥത്തെ മാറോടണച്ച് ആ അക്രമികളെ ഇടയിൽ നിന്നും കുതറി ഓടാൻ ശ്രമിക്കുമ്പോൾ ആ സഹോദരിയെ ഒരു കൂട്ടം അക്രമികൾ പിടിച്ചു വെക്കുകയും അവളുടെ കയ്യിൽ നിന്ന് അത് ബലമായി പിടിച്ചു വാങ്ങിക്കൊണ്ട് വീണ്ടും ആ ഖുർആനെ കത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളും കണ്ടു കാണും. അപ്പോൾ ഇങ്ങനെ കത്തിക്കാൻ വേണ്ടി മാത്രം എന്താണ് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഏതൊരു സമുദായത്തിന് എതിരെയാണ് ഖുർആൻ തിരിഞ്ഞിട്ടുള്ളത്? അപ്പോൾ വേദഗ്രന്ഥത്തെ മതഗ്രന്ഥങ്ങളായി പരിഗണിക്കുമ്പോഴുള്ള വിഷയങ്ങളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ വേദഗ്രന്ഥങ്ങളെ മതഗ്രന്ഥങ്ങളായി പരിഗണിക്കാതെ അതിനെ ആത്മീയ ഗ്രന്ഥമായി നമ്മൾ പരിഗണിക്കാൻ തയ്യാറാണെങ്കിൽ ആ ആത്മീയ ഗ്രന്ഥത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളത്? മതഗ്രന്ഥം എന്ന പേരിൽ അത് ഇത്രയും കാലം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് എന്നിങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് തത്വബോധപരമായ വായനയുടെ പ്രസക്തി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. 2:54 വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നു: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൈദ് കാല മൂസ ലി ഖൗമിഹി യാ ഖൗമി ഇന്നക്കും ലലംതും അൻഫുസക്കും ബിത്തിഹാദത്തിക്കുമുൽ ഇജ്ല ഫതൂബു ഇലാ ബാരിക്കും ഫഖ്തുലു അൻഫുസക്കും ദാലിക്കും ഖൈറുൽ ലക്കും ഇൻദ ബാരിക്കും ഫതാബ അലൈക്കും ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് നമുക്ക് പോവാം. വൈദ് കാല മൂസ ലി ഖൗമിഹി. മൂസ തൻ്റെ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞ സന്ദർഭത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. യാ ഖൗമി ഇന്നക്കും ലലംതും അൻഫുസക്കും ബിത്തിഹാദിക്കുമുൽ ഇജ്ല. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ പശുക്കുട്ടിയെ ദൈവമായി സ്വീകരിക്കുക വഴി നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം ചെയ്തിരിക്കുകയാണ്. ഫതൂബു ഇല ബാരിക്കും. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിങ്കിലേക്ക്, ദൈവത്തിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങേണ്ടതുണ്ട്. ഫഖ്തുലു അൻഫുസക്കും. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലണം. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻദ ബാരിക്കും. അതാണ് നിങ്ങളുടെ സൃഷ്ടാവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗം. ഫതാബ അലൈക്കും. എന്നിട്ട് അവൻ നിങ്ങളിലേക്ക് കനിഞ്ഞരുളി, അല്ലെങ്കിൽ അവൻ പാപം സ്വീകരിച്ചു.
ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, നിശ്ചയമായും അവൻ ഏറെ കനിഞ്ഞ് മടങ്ങുന്നവനും പാപങ്ങൾ സ്വീകരിക്കുന്ന കരുണാവാരിതുമാണ്. ഇതാണ് ഇതിൻ്റെ ബാഹ്യതലത്തിലുള്ള അർത്ഥം. ഇവിടെ പറഞ്ഞു വെച്ചത് നമ്മൾ ചെറുപ്പത്തിൽ മനസ്സിലാക്കിയൊരു കഥയുണ്ട്. എന്തായിരുന്നു അത്? മൂസാ നബി അദ്ദേഹത്തിൻ്റെ പ്രബോധനവുമായി നടന്നിരുന്ന കാലഘട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ ഒരു പശുക്കുട്ടിയെ ദൈവമായിട്ട് സ്വീകരിച്ചു. ഇവരാദ്യം ഒരു പശുക്കുട്ടി ഇവർക്കുണ്ടായിരുന്നു. ഫിറോൻ്റെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് ഇവർ ജീവിക്കുമ്പോൾ അവിടുന്ന് അങ്ങനെ ഇവരെല്ലാം ഫിറോൻ്റെ ആധിപത്യത്തിൽ നിന്ന് ജയിച്ച് പുറത്തിറക്കി കൊണ്ടുവന്ന് മൂസ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അദ്ദേഹം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയി. 40 ദിവസം ഇവരെ ഏൽപ്പിച്ചു കൊണ്ട് പോയല്ലോ. അത് ചരിത്രത്തിലാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ മൂസ തിരിച്ചു വന്നപ്പോൾ ഇവർ വീണ്ടും ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ പശുക്കുട്ടിയെ ദൈവമായിട്ട് സ്വീകരിച്ചു. അപ്പോൾ അവിടുന്ന് മൂസ പറയാണ്, നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ റബ്ബിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക്, സൃഷ്ടാവിലേക്ക് മടങ്ങേണ്ടതുണ്ട്. മടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? മടങ്ങുക എന്ന് പറഞ്ഞാൽ മരണപ്പെടുക എന്ന് തന്നെയാണ്. അപ്പോൾ മരണപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ കാത്തിരിക്കുന്ന മലക്കൽ മൗത്ത് അസ്രായേൽ വരുന്നത് വരെ കാത്തിരിക്കാൻ നമ്മുടെ നേരമില്ല. എന്ത് വേണം? നിങ്ങൾ പരസ്പരം അങ്ങോട്ട് കൊന്നേക്കണം, വെട്ടിക്കേറി മരിച്ചേക്കണം. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോവാം. അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയാൽ അവന് തൗബ സ്വീകരിക്കുന്ന റഹ്മാനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ഈ പറഞ്ഞു വെച്ചതിൻ്റെ ചുരുക്കം, ഭൗതികപരമായ ആശയം. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, വൈദ് കാല മൂസ എന്നുള്ളിടത്ത് ഈ മൂസ എന്ന നാമത്തിന് പകരം മുഹമ്മദ് എന്ന നാമമെങ്ങാനുമായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇന്ന് ഈ കത്തിക്കലിൻ്റെ ഒക്കെ ഒരവസ്ഥ? ഇതിനേക്കാളും സ്പീഡിൽ ഇതെല്ലാം കത്തിക്കേണ്ട കാലം കഴിഞ്ഞു. പക്ഷേ ഇവിടെ മൂസ എന്ന പ്രയോഗം വന്നതുകൊണ്ട് തന്നെ അത് ജൂതന്മാരുടെ പ്രവാചകൻ അന്ന് ആ ജനതയോട് പറഞ്ഞ കാര്യം ഖുർആനിലൂടെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, പറഞ്ഞു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അങ്ങനെ മൂസാ നബി ഈ ജനങ്ങളെ അള്ളാഹുവിലേക്ക് എത്തിക്കാൻ വേണ്ടി, റബ്ബിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്ത പണി എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, മുഖത്തോട് മുഖം നോക്കി വെട്ടിക്കീറാൻ ഇവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അപ്പോൾ മൂസാ നബി അവിടെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. ഒന്നാകൊരു പുകയിട്ടു. ഇത് ഞാൻ മദ്രസയിൽ നിന്ന് 3ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ്, അല്ലെങ്കിൽ ഒരു കേട്ട കഥയാണ്. അങ്ങനെ ഒരു പുകയിട്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയുന്നില്ല. നമ്മൾ ടിയർ ഗ്യാസ് ഉപയോഗിക്കുക എന്നൊക്കെ പറയും പോലെ. അങ്ങനെ പുകയിട്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു കുട്ടിയുടെ കയ്യിൽ വാള് കൊടുത്തു. എന്നിട്ട് മറ്റുള്ളവരെ, പശുവിനെ ആരാധിച്ച ആളുകളപ്പുറം നിൽക്കുകയാണല്ലോ, അപ്പോൾ ആരെ കൊന്നു എന്ന് മനസ്സിലാവാത്ത രൂപത്തിൽ പരസ്പരം അങ്ങോട്ട് വെട്ടാൻ പറഞ്ഞു. അങ്ങനെ വെട്ടി. അങ്ങനെ ആ വെട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ പശുവിനെ ആരാധിച്ചവരൊക്കെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെയാണ് അവർ അള്ളാഹുവിലേക്ക് മടക്കിയത്. അത് വലിയൊരു തൗബയാണ്. കരുണാമയനായ ദൈവം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മൂസാ നബിയുടെ കഥയുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ പറയാറുണ്ട്. പക്ഷെ അത് ഒരു മുഹമ്മദ് നബിയുടെ ജീവിത കഥയുമായി ബന്ധപ്പെട്ടാണ് പറയണതെങ്കിൽ കോലം ഇങ്ങനെ ഒന്നും ആവില്ല, ഇതിനേക്കാൾ അപ്പുറമാകുമായിരുന്നു എന്ന് ഇന്നത്തെ സാഹചര്യം വെച്ചൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. നമ്മൾക്കുള്ള വിഷയം അതല്ല. ഇവിടെ എന്തിനാണ് ഇവിടെ ഖത്ല് എന്നൊരു പദമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഫക്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഡിക്ഷണറിയിൽ ഖത്ല് അല്ലെങ്കിൽ ഖത്തല എന്ന് പറയുന്ന പദത്തിന് കൊല്ലുക എന്ന് തന്നെയാണ് അർത്ഥം വെച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഖുർആൻ പരിഭാഷകളിലും ഖത്ല് എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്ന് തന്നെയാണ് അർത്ഥം വെച്ച് വന്നിട്ടുള്ളത്. ചരിത്രത്തിൽ നമ്മൾ പഠിച്ചതും അങ്ങനെ തന്നെയാണ്. മൂസാ നബിയുടെ കാലത്ത് അക്രമികളെ ഒരു പുകയ്ക്ക് അപ്പുറം ഇട്ട് മറച്ച് നിർത്തിയിട്ട് ഈ ബിംബാരാധകരെ മുഴുവനും വെട്ടിക്കൊല്ലാൻ വേണ്ടി കൽപ്പന ഇറങ്ങി. മൂസാ നബിയുടെ കാലത്ത് അങ്ങനെ ഒരു കൽപ്പന കൊടുത്തപ്പോൾ അക്രമികളെ മുഴുവനും അങ്ങനെ നശിപ്പിച്ചു എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ ചരിത്രത്തിലൂടെ പഠിച്ച പാഠം വിശുദ്ധ ഖുർആനിലേക്ക്, അതിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും നമ്മൾ കാണിക്കുന്ന ഒരു വ്യഗ്രതയുണ്ടല്ലോ, അത് തന്നെയാണ് അവിടെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചരിത്രത്തെ ആശ്രയിക്കുന്നൊരു വ്യഗ്രത. ഖുർആൻ എന്തു പറഞ്ഞോ, ഇതൊരു വേദഗ്രന്ഥമാണോ, ഇതൊരു ആത്മീയ ഗ്രന്ഥമാണോ എന്ന് മനസ്സിലാക്കാതെ ഇതിനെ ഒരു മതഗ്രന്ഥമായി മാത്രം പരിഗണിക്കുകയും ആത്മീയ ഗ്രന്ഥമായി പരിഗണിക്കാതെ നമ്മൾ ഈ
പറയുന്ന ചരിത്രത്തിലേക്കും വാക്കർത്ഥങ്ങളിലേക്കും നമ്മുടെ മനസ്സ് എത്തിച്ചേരുന്നൊരു വ്യഗ്രതയുണ്ട്, ഒരു ജാഗ്രത കാണിക്കലുണ്ട്, ആ ഒരു തിടുക്കപ്പെടലുണ്ട്. ആ തിടുക്കപ്പെടൽ നമ്മൾ സ്വീകരിച്ചാൽ അതിനെയാണ് അൽ ഇജില് എന്ന് പറയുന്നത്. അപ്പോൾ ഇജില് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം നോക്കിയാൽ നമുക്ക് പശുക്കുട്ടിയെന്നോ മൂരിക്കുട്ടിയെന്നൊക്കെ കാണാൻ കഴിയും. പക്ഷേ ഇവിടെ ഇജില് എന്ന് പറഞ്ഞാൽ എന്താണ്, കത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ മൂസ എന്താണ്, അവിടെ പറഞ്ഞ കൗമ് എന്താണ്, ഇവിടെ പറഞ്ഞ നഫ്സ് എന്താണ്, ഇങ്ങനെ കാര്യങ്ങൾ പരസ്പരം ചേർത്ത് പഠിക്കാൻ നമുക്കായാൽ ഇന്നും നമുക്ക് മാതൃക കാണിക്കുന്ന ഒരു ഒരു ആയത്തായിട്ട്, അല്ലെങ്കിൽ ഇതിന്ന് ധാരാളം തത്വങ്ങൾ ഉൾക്കൊള്ളാവുന്ന ഒരു ആയത്തായിട്ട് നമുക്ക് ഇന്ന് ഇതിനെ പരിഗണിക്കാം. നമ്മൾ മേലെ പറഞ്ഞ ഇന്ത്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ വംശീയ കുരുതികളുണ്ടല്ലോ, ഇത്തരം കുരുതികളൊന്നും ഇവിടെ നടക്കുമായിരുന്നില്ല, ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നടക്കുമായിരുന്നില്ല, നമ്മൾ വേദങ്ങളെ നമ്മളീ പറയുന്ന ഈ തത്വബോധപരമായ ആശയത്തിലൂടെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അപ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ചെറിയ ദൗത്യം. അതിന് നമ്മളാലാവുന്നത് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് മാത്രം. ഇവിടെ നമ്മളിതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്, വൈദ് കാല മൂസ ലി കൗമിഹി. അപ്പോൾ നിങ്ങളവിടെ ഇത് എന്നൊരു ശബ്ദം കേട്ടിട്ടുണ്ടാവും, വൈദ് കാല, പറഞ്ഞ സന്ദർഭം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സന്ദർഭം, ഒരു സന്ദർഭം അല്ലെങ്കിൽ എന്നോ കഴിഞ്ഞു പോയൊരു സന്ദർഭം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിനെയാണ് ഇത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പൊതുവെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ ഏതൊരായത്ത് തുടങ്ങുമ്പോഴും അവിടെ ഇത് എന്ന് കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ഭൗതികപരമായ വീക്ഷണങ്ങൾക്ക് പകരം നമ്മുടെ വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണത്, അല്ലെങ്കിൽ അതിനുപകരിക്കുന്ന ആയത്താണെന്ന രൂപത്തിൽ തീർച്ചയായും നമ്മളതിനെ പരിഗണിക്കണം. അതിനു വേണ്ടിയാണ് ഇത് എന്ന ഒരു ശബ്ദം ഖുർആനോടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇത് എന്ന് പറഞ്ഞാൽ വ്യക്തിയും തത്വവും ഒന്നായിത്തീരുന്ന ഒരു സന്ദർഭം എന്നാണ് ഇത് എന്ന് പറയുന്ന താല്പര്യം. അതല്ല നമ്മൾ മലയാളത്തിൽ പറയുന്ന ഇത് എന്നുള്ളതല്ല കേട്ടോ. ഞാൻ അലിഫിൻ്റെ താഴെ ഒരു അംസയും അതിൻ്റെ താഴെ ഒരു വരയും താലിന് മേലെ ഒരു പുള്ളി ഇട്ടിട്ട് അതിന് മേലെ ഇത് കൊടുക്കുന്ന അതാണ് ഇത് എന്ന് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ഇത് കോല, പറഞ്ഞ സന്ദർഭവും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഏതൊരായത്ത് നമ്മൾ കേട്ടാലും ഈ പറയുന്നത് ചരിത്ര വസ്തുതയല്ല, എൻ്റെ നിജസ്ഥിതിയാണ്. വ്യക്തി എന്ന നിലക്ക് എൻ്റെ ഒരു നിജസ്ഥിതി, ഞാൻ എന്താണ്, ഞാൻ ഏതാണ്, ഞാൻ ആരാണ് എന്നെന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു തത്വമാണ് ഇവിടെ വിശദീകരിക്കുന്നത് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ വരണം. അങ്ങനെ ആ തത്വവും വ്യക്തി എന്ന ഞാനും ഒന്നായി ചേരുന്ന ഒരു സന്ദർഭം, അതിനെയാണ് ഇത് എന്ന് പറയുന്നത്. അത്രയും വിശാലമായ ഒരു അർത്ഥമുള്ള ആ പദത്തെയാണ് ഇത് എന്ന് കേട്ടാൽ കേവലം നമ്മൾ ഒരു സന്ദർഭം എന്ന ഒരർത്ഥത്തിലേക്ക് മാത്രം ഒതുക്കിയത്. അപ്പോൾ അതിനെ നമ്മൾ ഈ രൂപത്തിൽ ഒന്ന് പരിവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കാവുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ കണ്ടെത്താവുന്നതാണ്.